യെസ്, അങ്ങോട്ട് പോകണമെങ്കിലേ നമുക്ക് ഇങ്ങോട്ട് തന്നെ പോവാം. യെസ്, ഫ്രണ്ട്സ്, ഇല്ല ഇനി കയറാനുള്ള പാത അങ്ങനെ കിടപ്പുണ്ട്. കയറണേ, എന്നെ താങ്ങിക്കോളാം. ചരക്കലുണ്ട്. കയറാം, വയ്യപ്പേ കയറണടാ. ഓരോ ചവിട്ടും സൂക്ഷിച്ചിരിക്കും. ഓ, നിനക്ക് കോട്ടും കൂടെ ഉണ്ടല്ലേ? കുഴപ്പമില്ല, ക്യാമറയും കോട്ടും കൂടെ ആകുമ്പോൾ എനിക്ക് പറ്റില്ല. ഫ്രണ്ട്സ്, ഒരു സൈഡ് കറക്റ്റ് പൊക്കെന്നില്ല പറയാം, വേറെ ഒന്നും പറയാൻ പറ്റില്ല. അയ്യോ, അല്ലേ എങ്ങനെയുണ്ടോ വൈബ്? ഫ്രണ്ട്സ്, നമ്മൾ ഇത്രയും കയറിയപ്പോൾ ഇവിടെ നിന്ന് കണ്ട കാഴ്ച, വാട്ട് എ വ്യൂ. ഓവർ മഞ്ഞില്ലെങ്കിലും കൊള്ളാമല്ലേ? ബട്ട് നിങ്ങൾ കെയർ ആണ് ഏറ്റവും പ്രധാനം. സൂക്ഷിച്ച് ഓരോ പടികളെടുത്ത് വയ്ക്കുക. ആ ഗ്ലാസ് സൈഡ് സീനാണ്. അമ്മച്ചേ, ഇതോടെ മോളിൽ കയറാം, അതോടെ പോണ്ടല്ലേ? അയ്യോ, അങ്ങനെ എത്തിക്കഴിഞ്ഞു. എടാ വയ്യടാ, എങ്ങനെയുണ്ടാകില്ലേ അമ്മ? അതാണ് നമ്മളെ കുറിച്ച് അല്ലേടാ, അത് കാളിമറ. ചുടേ മരണം മാസറാ. ഫ്രണ്ട്സ്, ഇതാണ് വ്യൂ. അപ്പോ ഫ്രണ്ട്സ്, ഹൗസ് ഇറ്റ് അഖില ചത്ത്. യാ വാ. അങ്ങനെ ട്രിവാൻഡ്രത്തിൻ്റെ വൺ ഓഫ് ദി മോസ്റ്റ് ട്രക്കിംഗ് ആൻഡ് അഡ്വഞ്ചറസ് ആയിട്ടുള്ള ഏരിയയാണ്. യാ, എവിടെ അസ്ഥി മേലെ? ട്രിവാൻഡ്രത്ത് വൺ ഓഫ് ദി എന്നാണ് പറഞ്ഞത്, ഇനിയുണ്ട്. ഓക്കെ, ഇതാ ആ ഒരു ഭാഗങ്ങളിലേക്കൊക്കെ നമ്മുടെ ആകാശം ഇങ്ങനെ ആയി വരുന്നുണ്ട്. പിന്നെ അവിടെ നിന്ന് നമുക്കങ്ങ് മുകളിലേക്ക് കയറി അങ്ങ് അതിൻ്റെ അതുവഴി പോകാൻ വേണ്ടി പറ്റും. ഓക്കെ, അപ്പോൾ കുറേ ആൾക്കാരൊക്കെ വന്ന് പോകാറുണ്ട്. നമ്മൾ ഇവിടെ നിന്ന് ഏറ്റവും ടോപ്പിലെത്തി, ഇനി നമുക്ക് താഴേക്ക് ചരിക്കാം. ഓക്കെ ഫ്രണ്ട്സ്, അപ്പോൾ നമ്മൾ ഏറ്റവും മുകളിലെത്തും. ഇതാണ് വൺ ഓഫ് ദി ബെസ്റ്റ് സ്പോട്ട്. ഇവിടുത്തെ നമുക്ക് ഇവിടെ ഈ ഒരു ഏരിയ നിന്ന് കഴിഞ്ഞാൽ എല്ലാ ഭാഗവും ഒരു വ്യത്യസ്തമായിട്ടുള്ള അനുഭൂതി നമുക്ക് കാണാം. ഇത് അവിടെ കാണപ്പെടുന്ന നമ്മൾ ആ ഡാമിൻ്റെ ചിറപ്പാണ്. പിന്നെ ഇവിടെ നിന്ന് ഇവിടെ അകലിൽ നിൽക്കണം, ഇത് കുരിശുമല. അതെല്ലാം കഴിഞ്ഞതിന് ശേഷം നമുക്ക് അവിടെ എല്ലാം അടിപൊളിയാണ് കാണാൻ. പിന്നെ നമുക്ക് ഇവിടെ നിന്ന് നമ്മളിവിടെ നിന്നതിന് ശേഷം ആ വഴി കയറി അതുവഴി കയറി അങ്ങ് നമ്മൾ മുകളിൽ പോകും. ഓക്കെ, അപ്പോൾ നമ്മൾ അവിടേക്കാണ് അത് ചരിക്കാൻ വേണ്ടി പോകുന്നത്. കുറച്ച് നേരം ഇവിടെ നിന്നു. ഇനി അവിടെ പോയിട്ട് നമുക്ക് അവിടുത്തെ വിശേഷങ്ങൾ കാണാം. ലാസ്റ്റ് നമ്മൾ അവിടെ പോയപ്പോൾ നമുക്ക് ക്ലിക്ക് കൂടെ കാണാൻ പറ്റി, ഓർമ്മ വേണ്ട? അത് നമ്മൾ ലാസ്റ്റ് വീഡിയോയിൽ ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നു. ആ വീഡിയോയിൽ ലിങ്ക് ഞാൻ കൊടുത്തിരിക്കാം. ഓക്കെ, പ്രകൃതി ഭംഗിയും കൂടെ എടുക്കണം അല്ലേടാ, അതിലല്ലേ കാര്യം. അടുത്ത് വഴി ഇടിയും വേടാകില്ലേ? ഓ ഫ്രണ്ട്സ്, അവിടെ നിന്ന് മഞ്ഞ് വരുന്നു ഫ്രണ്ട്സ്. യാ, ഇവിടെ അങ്ങോട്ട് പോയ സീൻ ഇറങ്ങണം. കുറച്ച് റഫാണ് ഈ സ്ഥലം നടക്കുന്നുണ്ടോ, സൂക്ഷിച്ച് ചലിക്കണം. ഞാൻ അതുകൊണ്ട് കോട്ടൊക്കെ എല്ലാം എടുത്തിട്ട്, കാരണം കോട്ട കൊണ്ട് കയ്യിൽ പിടിച്ചുകൊണ്ട് നടക്കാൻ പാടാണ്. യെസ്, അഖിലേ ചെറുതായിട്ട് ചരിഞ്ഞ് കഴിഞ്ഞാൽ വലിയ പേടിക്കണ്ട, എന്നാലും ചെറുതായിട്ട് പേടിക്കണം. വാടാ നീ, അത് ശരിയാണ്. കൂടുതൽ അടുത്തടുത്ത് പറഞ്ഞ സീനാണത്.
ഇതൊക്കെ സ്പീഡ് പോലെ കിട്ടാ അതില്ലടാ. കണ്ട് ഫ്രണ്ട്സ്, അപ്പോൾ നമ്മൾ വന്ന വഴിയാണ് കണ്ടാ. ആ ശരി കാണാം. വാ അഖില, ഇനിയാണ് ഇതിൽ കിട്ടുമ്പോൾ സെറ്റ് ആയിരിക്കണം കണ്ടാ. യെസ് യാ. വീണ്ടും ഞാൻ വേർത്ത് പൊളിച്ചയ്യോ. വാ ഫ്രണ്ട്സ്, കോട ഇറങ്ങിക്കഴിഞ്ഞു. യാ, നമ്മളെ മീശപ്പുലിമലയിൽ കോട ഇറങ്ങണം എന്ന് പറയണ പോലെ ഇതാ അവിടെ കോട ഇറങ്ങിക്കഴിഞ്ഞു. ഫുള്ള് കോടയെല്ലാം ഇറങ്ങി ഇതാ ഇപ്പോൾ ഇതെല്ലാം മാറിക്കൊണ്ടിരിക്കുകയാണ്. അതാ നമ്മുടെ കുരിശുമലയിൽ നിന്ന് ഇപ്പോൾ കാണാൻ പറ്റാത്തൊരവസ്ഥയാണ്. ഇനി ഇപ്പോൾ ഇത്തുപരം കഴിയുമ്പോൾ എല്ലാം മാറുന്നത്. ഇവിടെ മൊത്തം എന്താ അടിപൊളി സെറ്റായി വരുന്നുണ്ട്. അവിടെ മഞ്ഞെല്ലാം കോടയിൽ ഇറങ്ങിക്കഴിഞ്ഞു. അവിടെ നോക്കട്ടെ, ഏകദേശം കോടയൊക്കെ ഇറങ്ങി. അപ്പോൾ കുറച്ച് കോട ചെയ്യുന്ന സമയത്ത് കുറച്ച് നല്ല വീഡിയോസ് ഒക്കെ എടുക്കാൻ പറ്റും. ഫുള്ള് യാ അങ്ങനെ ഒരു 10 മിനിറ്റില്ല, കുറച്ച് സമയം ഉണ്ടായത്. അടിപൊളിയായിരുന്നു. വാ, അപ്പോൾ ഇവിടെ എല്ലാം കോടയെല്ലാം ഇറങ്ങി കൊണ്ടിരുന്നതാണ്. അതെല്ലാം മാറി ഇപ്പം തന്നെ ഇനിയിപ്പം എല്ലാ ഇത്തുപ്പറ സമയത്തിനകത്ത് ഇതെല്ലാം മാറി സെറ്റാവും. യെസ് കണ്ടാ, ഇതാ ഒരു ഏരിയ നമുക്ക് ഞങ്ങൾ മുകളിലേക്ക് പോകാൻ പറ്റും. അതാ എല്ലാം മാറിക്കൊണ്ടിരിക്കുന്നുണ്ടാകില്ലേ ഫ്രണ്ട്സ്. നമ്മുടെ കോടയെല്ലാം ഇറങ്ങിപ്പോകുന്ന ആ വിഷ്വൽസാണ് കണ്ടാ. ഇപ്പോൾ കോടയെല്ലാം ഇവിടെ ഉണ്ടായിരുന്നു. ഇപ്പോൾ ഫുൾ ഉണ്ടായിരുന്ന ഒരു പ്രകൃതിയല്ലേ അല്ലേ ഇവിടെ. ഇത്തുപ്പറ സമയത്തിനകത്ത് തന്നെ ആ കോട എല്ലാം മാറിയുണ്ട്. അവിടെയെല്ലാം ആ ഒരു വൈബ് ഫുള്ള് മാറി 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 അങ്ങ് സെറ്റായിക്കൊണ്ടിരിക്കുകയാണ് ഫ്രണ്ട്സ്. അപ്പോൾ മുകളിൽ വന്നപ്പോൾ നല്ല വിശപ്പുണ്ട്. സോ ഞാനും അഖിലും കൂടെ നമ്മളിപ്പോഴായിട്ട് കുറച്ച് സമയത്തിന് മുന്നേ നമ്മളിതാ ഈ ഒരു പാർട്ട് ഫുള്ള് കോടയായിരുന്നു. നേരത്തെ കോട ഫുള്ള് മുങ്ങിക്കിടന്നുകൊണ്ട് ഈ ഭാഗം ഒന്നും കാണിക്കാൻ പറ്റില്ല. ഈ ഭാഗത്തെ കാഴ്ചകളാണ് ഇതെല്ലാം. ഇതിന് ഇവിടെ നമുക്കങ്ങ് മുകളിലേക്ക് ചലിച്ചു കഴിഞ്ഞാൽ കുറച്ചുകൂടെ വ്യത്യസ്തമായിട്ടുള്ള കുറച്ച് വ്യൂസ് കാണാൻ പറ്റും. നമുക്ക് അങ്ങോട്ട് ചലിക്കാം ഫ്രണ്ട്സ്. നമ്മളപ്പോൾ കുറച്ച് ഇരുട്ടി വരുന്നുണ്ട്. എക്സ്ട്രീം നമ്മൾ മുകളിലേക്ക് എത്തിയതാ ആ ഒരു റീജിയനുടെ ആ മേഘങ്ങൾ, ആ മേഘത്തിൻ്റെ ഒരു കളർ വ്യത്യാസം ഉണ്ടോ? യെസ് ഫ്രണ്ട്സ്. അപ്പോൾ നമ്മൾ കുഞ്ചിമല അല്ലെങ്കിൽ നമ്മുടെ മാതാമലയുടെ ഏറ്റവും ടോപ്പ് എത്തിയിട്ടുണ്ട്. നമുക്ക് ഇവിടുത്തെ വ്യൂസാണ് നമ്മൾ കണ്ടുകൊണ്ട് വേണ്ടി പോകാൻ വേണ്ടി പോകുന്നത്.